ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, അവൻ ഏറ്റവും ഉത്തമനാണ്, അവൻ ഏറ്റവും ശ്രേഷ്ഠനാണ്, അവൻ ഏറ്റവും വിജയിച്ചവനാണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് എണ്ണി എണ്ണി പറഞ്ഞു തന്ന വിഭാഗങ്ങളിൽ ഒന്നാമത്തെ മനുഷ്യനാരെന്നറിയുമോ? മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ആരാണ് പറയുന്നത്? ഈ ഹദീസ് നിവേദനം ചെയ്യുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. ആരാണ് ഉസ്മാൻ തങ്ങൾ? ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഖലീഫയായ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു തന്റെ സമ്പത്ത് മുഴുവനും അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ചെലവഴിച്ചിരുന്ന സ്വഹാബിയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ കൊണ്ടു നടന്ന സ്വഹാബിയാണ്. ഇന്നും ജന്നത്തുൽ ബഖയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുത്തുനബിയുടെ ആ മസ്ജിദുൻ നബവി ഉണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ റൗളാ ശരീഫിന്റെ ചാരത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടുത്തെ ഭാര്യയും അവിടുത്തെ ഭാര്യമാരും അവിടുത്തെ മക്കളും അവിടുത്തെ സ്വഹാബത്തും കിടക്കുന്ന ആ ജന്നത്തുൽ ബഖി എന്ന് പറയുന്ന ഖബർസ്ഥാനിന്റെ മധ്യഭാഗത്ത് കിടക്കുന്ന സ്വഹാബിയ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിനെ വല്ലാത്ത ഭയമായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രമെടുത്ത് നോക്കൂ. ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാൽ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ടടങ്ങൾ നിറഞ്ഞു ഒഴുകുകയാണ്. അല്ലാഹുവേ, അവിടുന്ന് ചരിത്രകാരന്മാർ പറയുകയാണ്, ഹദീസിന്റെ കിതാബുകൾ തിരഞ്ഞു നോക്കുമ്പോ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് വല്ലാതെ കരയുകയാണ്. നരകം പറഞ്ഞപ്പോഴല്ല, പടച്ചവനെ മഹ്ശറ പറഞ്ഞപ്പോഴല്ല, സിറാത്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴല്ല, മീസാനിനെ കുറിച്ച് പറഞ്ഞപ്പോഴല്ല, ഹിസാബിനെ കുറിച്ച് പറഞ്ഞപ്പോഴല്ല, നന്മതിന്മ തൂക്കുന്ന ത്രാസിനെ കുറിച്ച് പറഞ്ഞപ്പോഴല്ല, സിറാത്ത് എന്ന് പറയുന്ന നരകത്തിന്റെ മുകളിലൂടെ വലിച്ചു കെട്ടിയ ആ പാലത്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴല്ല, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കരയുന്നത് ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാൽ, ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാൽ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു എന്തിനാ ഖബർ കണ്ടു കഴിഞ്ഞാൽ അവിടുന്ന് താടിരോമത്തിലൂടെ കണ്ണുനീര് ഒഴുകുകയാണ്, അവിടുന്ന് വല്ലാതെ കരയുകയാണ്. സഹാബത്ത് പോലും ചോദിക്കുന്നു, ഉസ്മാൻ തങ്ങളെ നരകം പറയുമ്പോ ഇതുപോലെ കരയാറില്ലല്ലോ, ഖബർ പറയുമ്പോ നരകത്തെ കുറിച്ച് പറഞ്ഞാ നിങ്ങൾ ഇത്രയും കരയാറില്ല, പക്ഷേ ഖബർ കണ്ടു കഴിഞ്ഞാൽ അവിടുന്ന് വല്ലാതെ കരയുന്നുണ്ടല്ലോ. ആ സമയത്താണ് ഉസ്മാൻ തങ്ങളെ പറഞ്ഞത്, സ്വഹാബാ അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിൽ ആഖിറ. ഖബർ തുടക്കമാണ്, അവിടെ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. അവിടെ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും അവിടെ നിന്ന് പരാജയപ്പെടുകയാണ്. അതുകൊണ്ടാണ് ഖബറിനെ കാണുമ്പോ എന്റെ കണ്ണ് നിറഞ്ഞു പോകുന്നതെന്ന് പറഞ്ഞ സ്വഹാബി. അതാ ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ, മേടയ്ക്കു പകരം മളമാ സുബ്ഹാന റബ്ബി അതിൽ കിടക്കേണ്ടതാ നസുമാന. പടച്ചവനെ, ആ ഖബറിനെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ ആ ഖബർ കണ്ടാ കരയണമെന്ന് മഹാനായ തഴവ ഉസ്താദ് പറഞ്ഞു തന്നത് ആ ഉസ്മാൻ തങ്ങളാണ്. അവസാനം തന്റെ വീടിനകത്തിരുന്ന പരിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ ഖുർആൻ ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുമ്പോ ആ ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടുന്ന് പടച്ചവനെ അക്രമികൾ കടന്നു വന്നിട്ട് ഉസ്മാൻ തങ്ങളെ വധിക്കുന്നത്. ആ സമയത്തും തന്റെ കയ്യിലിരുന്ന ഖുർആൻ താഴെ വീഴാതെ തന്റെ നെഞ്ചിൽ
മുമ്പിലേക്ക് മരണത്തോട് മല്ലടിക്കുമ്പോഴും ശത്രുക്കൾ അവിടെ നിന്ന് പടച്ചവനെ തന്റെ ശരീരത്തിലേക്ക് കടാര കുത്തിയിറക്കിയിട്ട് അവിടെ നിന്ന് ഷഹീദാകുമ്പോഴും അല്ലാഹുവിന്റെ ഖുർആൻ അവിടെ നിന്ന് കയ്യിൽ വിട്ടില്ല. ആ നൂത്തുപിടിച്ചിരുന്ന ഖുർആനിന്റെ ആയത്തിന്റെ മുകളിലാണ് തന്റെ ശരീരത്തിലെ ചുടുരക്തം ഇങ്ങനെ വീഴുന്നത്. എന്നിട്ടും ഖുർആൻ വിടാതെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച സ്വഹാബിയാണ് മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. മരിക്കുന്നതിന്റെ തലേ ദിവസം തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട്, പെണ്ണേ ഞാൻ നോമ്പ് തുറന്നു, പെണ്ണേ നാളെ നോമ്പ് തുറക്കാൻ അല്ലാഹുവിന്റെ പ്രവാചകനും അബൂബക്കർ സിദ്ദീഖും ഉമർ ഇബ്നുൽ ഖത്താബ് ഞാൻ അവരുടെ കൂടെ ഇരുന്നിട്ടാണ് നാളെ നോമ്പ് തുറക്കുന്നതെന്ന് തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് മരിക്കുന്നതിന്റെ തലേ ദിവസം ഓർമ്മപ്പെടുത്തിയ സ്വഹാബി ആ ഉസ്മാൻ തങ്ങളാണ് പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഏറ്റവും ഉത്തമനായ 5 മാസം. പണ്ടൊക്കെ ഒരുപാട് മക്കളുണ്ട് ഓരോ കുടുംബങ്ങളിൽ. അള്ളാഹു അതാണ് പഴയ തലമുറ. ഇന്ന് 2, 3 മതി, കൂടുതലില്ല. പണ്ടങ്ങനല്ല, 8, 9, 10, 11 പ്രസവിച്ച ഉമ്മമാരെ എനിക്കറിയാം. എന്റെ പ്രിയപ്പെട്ടവർ ഒരുപാട് മക്കൾ. അപ്പൊ അൽഹംദുലില്ലാഹ് ഒരാളെ അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കാൻ വേണ്ടി ഒരാളെയെങ്കിലും മാറ്റിവെക്കുന്നൊരു കാലമുണ്ടായിരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇന്ന് നമ്മുടെ നാടുകളിൽ പണ്ടൊരു വീട്ടിലെങ്കിലും ഒരു ആലിമുണ്ട്. പണ്ട് നമ്മുടെ വീടുകളിൽ ഒരു വീട്ടിലെങ്കിലും, അല്ലെങ്കിൽ ഒരു തറവാട്ടിലെങ്കിലും, ഒരു കുടുംബത്തിലെങ്കിലും ഒരു ഹാഫിദും ആലിമും ഉണ്ടായിരുന്നു പണ്ടത്തെ തലമുറയിൽ. ഇന്ന് ആരുമില്ല. ഇന്ന് വീട് മാറി, കുടുംബം മാറി, നാട്ടിൽ പോലും ഇല്ലാത്ത അവസ്ഥയാണ്. നാടുകളിൽ പോലും ഇല്ലാത്ത അവസ്ഥ. അൽഹംദുലില്ലാഹ് അതിനൊക്കെ പരിഹാരമായിട്ടാണ് ഇൻഷാ അല്ലാഹ് നമ്മളിവിടെ പറഞ്ഞപ്പോൾ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം തുടങ്ങണ കാര്യം പറഞ്ഞുള്ളൂ. ഇതുവരെ സ്ഥലം കണ്ടില്ല, കുറ്റിയടിച്ചില്ല, ബിൽഡിംഗ് തുടങ്ങിയില്ല, തീരുമാനമായില്ല. ഈ സമയത്തും അൽഹംദുലില്ലാഹ് അത് പറഞ്ഞപ്പോൾ ഉസ്താദെ ഒരു വിദ്യാർത്ഥി എനിക്ക് തരണേ, ഒരു വിദ്യാർത്ഥി എനിക്ക് തരണേ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴേ ആൾക്കാർ വിളിക്കാൻ തുടങ്ങി. അതാണ് ഖുർആനിനോടൊരു ബന്ധം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിന്റെ പരിശുദ്ധ നമുക്കൊക്കെ നേട്ടം എന്ന് പറഞ്ഞാൽ അതേ ഉള്ളൂ. ഈ വഅദ് പറയുന്നതിലൂടെ നാളെ അള്ളാഹുവിന്റെ മുന്നിൽ രക്ഷപ്പെടാൻ നമ്മുടെയൊക്കെ വഅദ് കേട്ടിട്ട് എത്ര മക്കളെ ഹാഫിളീങ്ങളായിട്ട് വല്ലാത്ത സന്തോഷമാണ്. നമ്മുടെയൊക്കെ പ്രസംഗം കേട്ടിട്ട് എത്രയോ വിദ്യാർത്ഥികളെ മാതാപിതാക്കൾ കൊണ്ടുപോയി വിട്ടിട്ട് ഹാഫിളിന് പഠിക്കുന്ന എത്ര മക്കളുണ്ട്, എത്രയോ പേരുണ്ട്. അൽഹംദുലില്ലാഹ് അള്ളാഹ് അതാണ് നമുക്കൊക്കെ രക്ഷപ്പെടാൻ അള്ളാഹു പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഏറ്റവും ഉത്തമനായ മനുഷ്യൻ ഖുർആൻ പഠിച്ചവൻ. ഖുർആൻ പഠിച്ചവൻ. പഠിച്ചാൽ മാത്രം പോരാ, അത് പഠിപ്പിക്കുകയും വേണം. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇപ്പം മദ്രസയിൽ ഉസ്താദന്മാര് സലീം ഉസ്താദൊക്കെ പഠിപ്പിക്കുന്നു. അവർ പഠിച്ച ഇൽമാണ്. ആ പഠിക്കുന്ന ഇൽമ മദ്രസയിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോ ആ കുട്ടി അത് മരിക്കുന്ന കാലം വരെ ഓതിയാൽ അതിന്റെ പ്രതിഫലം പഠിപ്പിച്ച ഉസ്താദിനുണ്ട്. ഇനി ആ കുട്ടി മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുത്താലോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ ഉസ്താദന്മാർ, ഈ ഇൽമു പഠിച്ചവർ, ഇവരുടെ പരമ്പര നമ്മൾ തേടി നോക്കിക്കേ. ഓരോ ഉസ്താദന്മാരുടെയും പരമ്പരകൾ എൻ്റെ ഉസ്താദ്, എൻ്റെ ഉസ്താദ്, എൻ്റെ ഉസ്താദ് എന്നിങ്ങനെ പറഞ്ഞ് അവസാനം പോയി നിൽക്കുന്നത് മഹാനായ ഗൗസുൽ ആലം മുഹിയുദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളിലാണ് ഉസ്താദന്മാരുടെ തലമുറകൾ പോയി അവസാനിക്കുന്നത്. ഗൗസുൽ ആലമിലേക്കാ പോകുന്നത്. അവിടുന്ന് പരമ്പര പറയാൻ തുടങ്ങിയാൽ പോയി അവസാനിക്കുന്നത് മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ആ പരമ്പര പോകും. പിന്നെ അവിടുന്ന് നേരെ മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. അവിടുന്ന് ഈ ലോകത്തിന്റെ ദിവനായ പടച്ച റബ്ബ്. നിങ്ങൾ ചിന്തിക്ക്, അതാണ് ഇങ്ങനെ പരമ്പര. അപ്പൊ ഒരു ഉസ്താദ് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുക. അതാ പറഞ്ഞത്, ഒരായത്ത് അള്ളാഹുവിന്റെ ഖുർആനിലെ ഒരായത്ത് പഠിപ്പിച്ചാൽ ആ വാപ്പയ്ക്കും ഉമ്മയ്ക്കും സ്വർഗ്ഗമുണ്ട്. മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഒരായത്ത് നിങ്ങൾ ആരെങ്കിലും ഇന്ന് രാത്രി വീട്ടിൽ പോയിട്ട് ഉസ്താദ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, മോനെ ഖുർആൻ പഠിക്കുന്നതിന്റെ മഹത്വത്തെ കുറിച്ച് പറഞ്ഞു, വായെന്ന് പറഞ്ഞ് അടുത്തു പിടിച്ചിരുത്തിയിട്ട് കണ്ടോതാൻ പഠിപ്പിച്ചാൽ മതി. ഖുൽ ഹുവല്ലാഹു അഹദ് വേണ്ട, അഊദു ബില്ലാഹി മിനശ് ശൈത്വാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒറ്റ ആയത്ത് പഠിപ്പിച്ചാൽ മതി. ഒരേ ഒരായത്ത് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ കണ്ടോതാൻ പഠിപ്പിച്ചാൽ നിങ്ങൾക്ക് എത്ര പ്രതിഫലം. അൽഹംദുലില്ലാഹ്. ഒരു ഹദീസിൽ കാണാം, ഖുർആനിലെ ഒരായത്ത് രാവിലെ പഠിക്കുന്നത് പകല് മുഴുവനും 1000 വർഷം പകല് മുഴുവനും നോമ്പ് പിടിച്ച് രാത്രികാലങ്ങളിൽ മുഴുവനും ഇബാദത്ത് ചെയ്ത കൂലിയ മക്കൾക്ക് ഒരായത്ത് പഠിപ്പിച്ചു കൊടുക്കുന്നത് കണ്ടോതാൻ. എന്താ മനസ്സിലാക്കണ്ടേ?
കണ്ടോതാൻ പഠിപ്പിച്ചു കൊടുക്കുക. നീ കാണാതെ ആയാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. അതുവരെ മാതാപിതാക്കൾ ചെയ്ത പാപം അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് നബിഗിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ടവരപ്പം ഞാൻ പറഞ്ഞത് അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കുക, പഠിപ്പിക്കുക. അതാണ് ഇപ്പൊ പഠിപ്പിക്കാൻ സമയമില്ലല്ലോ, ഇപ്പൊ മദ്രസയൊക്കെ പൂട്ടിയിട്ടിരിക്കല്ലേ. അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കാൻ, ഹദീസുകൾ പഠിപ്പിക്കാൻ, ഒളുവിന്റെ ഫർളും ഷർത്തും പഠിപ്പിച്ചുകൊണ്ടിരുന്ന മദ്രസ ഇപ്പൊ മദ്രസകളൊന്നും ഇല്ല. കുട്ടികൾ വീട്ടിൽ ഇപ്പൊ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുക, ഉസ്താദി വെച്ചാൽ ഒന്നുമില്ല. അൽഹംദുലില്ലാഹ്, എത്ര മനോഹരമായിരുന്നു നമ്മുടെ മക്കളൊക്കെ ജുബ്ബയും തൊപ്പിയൊക്കെ ധരിച്ച് ഖുർആനും എടുത്തുകൊണ്ട് പള്ളിയിൽ വന്ന് രാവിലെയും വൈകിട്ടും പഠിക്കാൻ വന്നിരുന്നൊരു കാലം. 1.5 കൊല്ലമായി ആ കാലം കണ്ടിട്ട്. 1.5 കൊല്ലമായി. ഇൻഷാ അല്ലാഹ് ഇനിയെങ്കിലും ഇൻഷാ അല്ലാഹ് നമ്മുടെ പള്ളിയിൽ മദ്രസയൊക്കെ ഇൻഷാ അല്ലാഹ് ശനിയാഴ്ച മുതൽ, സലീം ഉസ്താദ് ഇന്ന് മുതൽ മുസമ്മിലെ ശനിയാഴ്ച മുതലല്ലേ, ഞായറാഴ്ച മുതൽ അൽഹംദുലില്ലാഹ് നമ്മുടെ മദ്രസ തുടങ്ങാൻ പോവാ. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്, അള്ളാഹു ഖൈറിലാക്കി തരുമാറാകട്ടെ. മക്കളുടെ ഭാവിയൊക്കെ പോവാ. എല്ലായിടത്തും മദ്രസകൾ തുറന്നു, പഠിപ്പിക്കാൻ തുടങ്ങി. നമ്മളിപ്പോഴും ചങ്ങരതെങ്ങിൻ്റെ മുകളിൽ നോക്കി നിൽക്കണം പോലെ നോക്കി നിൽക്കുക. ഇനി അവിടെ നിന്ന് വഹി വന്നാലേ നമ്മൾ തുടങ്ങത്തുള്ളൂ. അപ്പം അതിലൊക്കെ ഒരു മാറ്റം വരും ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്, ഞായറാഴ്ച മുതൽ നമ്മുടെ മദ്രസകളൊക്കെ തുടങ്ങും. മക്കളെയൊക്കെ വിടണം. അൽഹംദുലില്ലാഹ്, റബീഉൽ അവ്വൽ മാസം വരുന്നു. ഇൻഷാ അല്ലാഹ് നല്ല രീതിയിൽ അൽഹംദുലില്ലാഹ് അതൊക്കെ നടത്തണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക, അവരാണ് ഏറ്റവും ഉത്തമനെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുന്ന ഒന്നാമത്തെ മനുഷ്യനാരാ, ഒന്നാമത്തെ ഉത്തമനെന്ന് പ്രവാചകനെ പരിചയപ്പെടുത്തിയ ഒന്നാമത്തെ വിഭാഗം, മൻ തഅല്ലം ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോ രണ്ടാമത്തെ വിഭാഗമാരാ? നിങ്ങൾ പറയും ഉസ്താദേ ഞങ്ങൾക്ക് ഖുർആൻ പഠിക്കാൻ കഴിയുന്നില്ല. അവിടെ നിന്ന് ഖുർആൻ നേരവും ഓതാൻ അറിയാത്തവരാണ് ഞങ്ങളിൽ പലരും. എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവര്, ഖുർആൻ ഓതാൻ അറിയില്ലെങ്കിലും നോക്കാൻ നിനക്കല്ല കണ്ണ് തന്നിട്ടുണ്ടല്ലോ. ആ കണ്ണുകൊണ്ട് നിനക്ക് ഖുർആനൊന്ന് നോക്കിക്കൂടെ? ഓതാൻ അറിയാത്ത സഹോദരാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ നോക്കിയിരുന്നാൽ എന്തിനാ ഓതാൻ അറിയുകയോ അറിയാതിരിക്കുകയോ? നിങ്ങൾക്ക് റബ്ബ് കണ്ണിന് കാഴ്ച തന്നിട്ടുണ്ടല്ലോ. മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നബി അവിടെ നിന്ന് പറഞ്ഞു തരുന്നുണ്ട്, 3 വിഭാഗത്തിൽ നോക്കിയിരിക്കുന്നത് ഇബാദത്താണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, 3 കാര്യങ്ങളിലേക്ക് നോക്ക്, 3 കാര്യങ്ങളിലേക്ക് നോക്കിയിരിക്കൂ. നോട്ടം വെറുതെയല്ല, നോട്ടം വെറുതെയല്ല. വലതുഭാഗത്തിരിക്കുന്ന മലക്ക് നന്മയായിട്ട് എഴുതുകയാണ്. ഇബാദത്തിന്റെ കൂലിയാണ്, ഇബാദത്തിന്റെ കൂലിയാണ്. സഹാബികൾ ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, നോക്കിയാൽ ഇബാദത്തിന്റെ കൂലി കിട്ടുന്ന കാര്യമെന്താ? ഒന്നാമതായിട്ട് മുത്തുനബി പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ നോക്കലേ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ നോക്കിയിരിക്കുന്നത് ഇബാദത്തിന്റെ കൂലിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഖുർആനിൽ നോക്കിയിരിക്ക്. ഓതാൻ അറിയില്ലേ ഓതണ്ട, ഓതാൻ അറിയില്ലേ ഓതണ്ട, നോക്കിയിരിക്ക്, ഇബാദത്തിന്റെ കൂലി കിട്ടുമെന്ന് നബിഗിനാ റസൂലുള്ളാഹി. നബിഗിനാ റസൂലുള്ളാഹി നിങ്ങൾ ചിന്തിക്ക്, നോക്കിയിരുന്നാൽ ഇബാദത്തിന്റെ കൂലി കിട്ടും. നോക്കിയിരുന്നാൽ ഇബാദത്തിന്റെ കൂലി കിട്ടും. ആ കൂലിയെങ്കിലും നേടാൻ ഇബ്ലീസ് വിടുവോ നമ്മളെ? അതാ മനസ്സിലാക്കണ്ടേ. ഖുർആനി നോക്കിയിരുന്നാൽ ഇബാദത്തിന്റെ കൂലി കിട്ടും എന്നാ നോക്കാൻ പറ്റുമോ നമ്മളെ കൊണ്ട്? ആ ഖുർആൻ കൈകൊണ്ടെടുക്കാൻ വിടുവോ? ആ ഖുർആൻ നമ്മളൊന്ന് കയ്യിലെടുത്തിട്ട് ഒരു 5 മിനിറ്റ്, ഒരു 2 മിനിറ്റ് അതൊന്ന് തുറന്ന് നോക്കിയിരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? ഇബ്ലീസ് നമ്മളെ കൊണ്ട് സമ്മതിക്കൂല. അതൊന്ന് കൈകൊണ്ട് തൊടാൻ പോലും ഇബ്ലീസ് സമ്മതിക്കൂല. ഇനി അത് എടുത്തു വെച്ച് നോക്കാനോ? അപ്പൊ നിനക്ക് ഫോൺ വരും. ഇനി ഓതാൻ തുടങ്ങിയാലോ? അപ്പൊ കോട്ടുവായിടുമ്പോൾ ഉറക്കം വരും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉള്ളല്ലേ പറഞ്ഞ എന്തിനാ അസരണ നോക്കണം?
ഉള്ളതല്ലേ പറഞ്ഞേ, ഈ ഖുർആൻ എടുത്തു വെച്ച് ഓതാൻ സമ്മതിക്കൂല ഒന്ന്. ഇനി എടുത്തു വെച്ചാൽ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പണി വരും. അല്ലെങ്കിൽ ഓതാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഏതുറക്കം വരാത്തവനും ശൈത്താൻ വന്നിട്ട് ബാബാബൂ എന്ന് പറഞ്ഞിട്ട് ഉറക്കാൻ നമ്മളെ. അതാ കൂലി. നോക്കിയിരുന്നാൽ ഇബാദത്തിന്റെ കൂലി. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പിന്നെങ്ങനെ പഠിക്കാൻ വിടാ? ഇത് പഠിപ്പിക്കാൻ ഉമ്മായി വിടുവോ? ഇപ്പൊ മദ്രസയില്ല, വീട്ടിൽ ഉസ്താദ് ഒരു മുസമ്മിൽ ഉസ്താദ് ഓതി അങ്ങോട്ടിടും. ഏത് ഉമ്മയാ പഠിപ്പിക്കണേ? ഏത് വാപ്പയാ പഠിപ്പിക്കണേ? ഇന്ന് ഏത് സൂറത്താടാ പഠിച്ചതെന്ന് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഇന്ന് ചോദിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കുക. മദ്രസയിൽ നമ്മുടെ മദർലാൻഡിന്റെ മുതലാളിയുണ്ട്, ചെരുപ്പ് മുതലാളി. മക്കളെ ഹാഫിദാക്കണമെന്ന് പറഞ്ഞ് അടക്കാം നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ഇവിടെ കഴിവുള്ള കുട്ടികളൊക്കെ എടുക്കും കേട്ടോ. ഇൻഷാ അല്ലാഹ് നല്ല പഠിക്കാൻ കഴിവുള്ള കുട്ടികളെയൊക്കെ ഇന്റർവ്യൂ ചെയ്തിട്ട് കാസർഗോഡ് നിന്ന് വരെ വിളിച്ചു തുടങ്ങി. ഉസ്താദ് എന്നാ തുടങ്ങുന്നതെന്ന്. നമ്മളിപ്പോൾ ഇങ്ങനെ ആകാശം നോക്കിയിരിക്കുക. ഇൻഷാ അല്ലാഹ് പള്ളിയുടെ പണി തീരുമ്പോൾ ഇൻഷാ അല്ലാഹ് തുടങ്ങും. അൽഹംദുലില്ലാഹ് എന്തായാലും പള്ളിക്കാർ തീരുമാനിച്ചിട്ടുണ്ട് തുടങ്ങാനൊക്കെ. ഇൻഷാ അല്ലാഹ് അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഖൈറിലാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഖുർആനൊന്ന് തൊടാൻ വിടുന്നില്ല, പിന്നെ പഠിപ്പിക്കാൻ വിടാ. അപ്പം നിങ്ങൾ പറഞ്ഞു ഉസ്താദെ നമുക്കതിനൊന്നും സമയമില്ല എങ്കിൽ രണ്ടാമത്തത് കേട്ടോ. അതിനാ ഞാൻ വന്നേ. ഖുർആൻ ഓതും പഠിക്കുവാനോ പഠിപ്പിക്കുവാനോ നോക്കുവാനോ ഓതുവാനോ ഉസ്താദെ എനിക്കറിയില്ല എന്ന് പറയുന്ന മുസ്ലിമേ, നീ സങ്കടപ്പെടണ്ട. റസൂലുള്ള രണ്ടാമത് പറയുകയാണ്, ജനങ്ങളിൽ ഏറ്റവും ഉത്തമനാരാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുന്ന നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഖിയാറുകും ഖിയാറുകും ലിനിസാഇഹിന്ന ഖുൽഖാ. രണ്ടാമത്തെ വിഭാഗമാരെന്നറിയുമോ? നിങ്ങളിൽ ഏറ്റവും ഉത്തമനാരെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ തന്റെ ഭാര്യയോട് നല്ല രീതിയിൽ പെരുമാറുന്നവനാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന രണ്ട്, നിങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമനായ ഒന്നാമത്തെ മനുഷ്യൻ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ. രണ്ട് പെണ്ണ് കെട്ടിയിട്ടുള്ളവരല്ലേ, നിങ്ങളുടെ ഭാര്യമാരോട് ആര് നല്ല നിലയിൽ പെരുമാറുന്നുണ്ടോ അവനാണ് നിങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമനെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മൾ ഉത്തമനാണോ എന്നറിയാം. വീട്ടിൽ പോയിട്ട് നിന്റെ പെണ്ണും പൊള്ളടി വെച്ചാൽ മതി, അപ്പൊ പറഞ്ഞേരും ഉത്തമനാണോ ഇല്ലേ. ഇതെങ്ങാനും നിങ്ങളുടെ ഭാര്യമാരുടെ മുന്നിൽ പോയിട്ട് നിന്നെന്ത് പഠിപ്പിച്ചിക്ക? ഉസ്താദ് പറഞ്ഞത് ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമനായ മനുഷ്യൻ തൻ്റെ ഭാര്യയോട് നല്ല നിലയിൽ പെരുമാറുന്നു. അപ്പോൾ അവള് തന്നെ പറയും നിങ്ങളുടെ കാര്യം പോയെന്ന്, നിങ്ങൾ പുറത്തായി. കാരണം എന്തേ? ഓൾക്കാർ ഭാര്യമാരോട് നല്ല നിലയിൽ പെരുമാറുന്ന എത്ര പേരാ ഉള്ളത്? എന്ന് ചിന്തിക്ക് പടച്ചോനെ. ഈ കാട്ടിക്കിടക്കുന്ന ആൾക്കാരെ പോലെ അതിന്റെ പരിഗണന പോലും ഇല്ലല്ലോ ഭാര്യമാരോട്. സ്വന്തം നാട്ടുകാരെ കാണുമ്പോൾ ചിരിക്കും. എന്തൊരു ചിരിയാന്നറിയോ? കണ്ട അയൽവാസിയുടെ ഭാര്യയെ കാണുമ്പോൾ ആമിന ചോറ് കഴിച്ചോ, കാക്ക വിളിക്കാറുണ്ടോ? ഇതപ്പോ ക്ഷീണിച്ചു പോയ ഭക്ഷണമൊന്നും കഴിക്കാറില്ലേ? കെട്ടിയ പെണ്ണിന്റെ കൊടുത്ത് ഇന്ന് വരെ ചോദിച്ചിട്ടില്ല, കണ്ടവന്റെ ഭാര്യയോട് ചോദിക്കും അല്ലേ? എടാ, സ്വന്തം ഭാര്യയോട് ചോദിക്കുന്നില്ല ആമിന നിനക്ക് സുഖമാണോ, ഈ വല്ലതും കഴിച്ചോന്ന് പെണ്ണുമ്പോഴോട് ചോദിക്കും. അതില്ല, അപ്പുറത്ത് പറയും നീ ക്ഷീണിച്ചു പോയിട്ടാ, എന്താ ഇത്ര ടെൻഷൻ, എന്താ ബേജാറെന്താ? ഇതൊക്കെ വിളിക്കണമെന്നില്ല, ചെലവിനൊന്നും കിട്ടണില്ലേ? ആരാ? സ്വന്തം പെണ്ണുമ്പിള്ളക്ക് ഒരു ചുരിദാർ വാങ്ങി കൊടുത്തിട്ട് കുറെ കാലമായി. ആ പാപം പുറകെ പിടിച്ചോണ്ട് നടക്കുക. എന്റെ പൊന്നാര കക്ക, എന്റെ മോതിരം വളയൊക്കെ പൊട്ടിപ്പോയി. ഒരെണ്ണം ഓ പടച്ചവനെ എവിടെപ്പാ. സ്വന്തം ഭാര്യയോട് നല്ല നിലയിൽ പെരുമാറുന്ന ഭർത്താവ് അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇവിടെ നമ്മൾ പരാജയപ്പെട്ടു പോകും. അവിടെയാണ് നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത്. സ്വന്തം മനസാക്ഷിയോട് ഈ പറയുന്ന എൻ്റെ അവസ്ഥ ഞാൻ ചിന്തിച്ചു പോവാ. ഞാൻ എൻ്റെ കാര്യം, നിങ്ങളുടെ കാര്യം എന്തിനാ? എല്ലാരും ഇങ്ങനെപ്പാ. ഓരോ മനുഷ്യനും അവനവന്റെ കാര്യം ചിന്തിച്ചു നോക്കുക. നമ്മുടെ ഭാര്യമാരോട് ഇതെന്നറിയില്ല, സ്വന്തം ഭാര്യമാരോട് ചിലർക്കൊക്കെ വലിയ സ്നേഹട്ടാ, വലിയ സ്നേഹമുള്ള എത്രയോ ആൾക്കാരുണ്ട്. ഭാര്യമാരെ വല്ലാതെ സ്നേഹിക്കുന്ന ഒരുപാട് ഭർത്താക്കന്മാർ. അല്ലാഹു അവർക്കൊക്കെ നല്ല ജീവിതം കൊടുക്കുമാറാകട്ടെ. എന്നാ പടച്ചവനെ ഒരു വേലക്കാരിയുടെ പരിഗണന പോലും കൊടുക്കാത്തവന്മാരുണ്ട്. ഈ അടുത്തിപ്പോൾ ആര് ഷാജിക്കായെ വിളിച്ചിട്ട് ഭയങ്കര കരച്ചിലാണ്. പടച്ചവനെ തലാക്കൂല്ലി എന്ന് പറഞ്ഞിട്ട് കരച്ചിൽ.
ചെലവിന് തരുന്നില്ല എന്ന് പറഞ്ഞ് 2 എണ്ണം കെട്ടി. ഉസ്താദെ എന്നെക്കാളും വയസ്സ് കൂടിയവളെ 2ാമത് കെട്ടി, ചെലവിന് പോലും തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് കരച്ചിൽ. ഇതൊക്കെ തന്നെ എപ്പോഴും നടക്കണത്. ഈ 1ഉം 2ഉം കെട്ടണ അങ്ങാതിമാരെയൊക്കെ സമ്മതിക്കണം. 2, 3 ഇട കെട്ടണ്ടെന്ന് ഞാൻ പറയണില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ 4 എണ്ണം കഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞിട്ട് 4 എണ്ണത്തിനെ വിവാഹം കഴിച്ചാൽ 4നെയും ഒന്നുപോലെ നോക്കാൻ കഴിയണം. അല്ലാതെ ആദ്യത്തെ പെണ്ണിന് പ്രായമായി 2ാമതൊരു ചെറുപ്പക്കാരിയെ കെട്ടിയപ്പോൾ ഓളെ തട്ടിയിട്ട് നീ പൊക്കോ, ഞാൻ അടുത്തടുത്ത് പോവാ, അതല്ല ജീവിതം. ഒരാളെ മറന്നിട്ട് മറ്റൊരാളോട് അങ്ങനെ ഇസ്ലാം പറയുന്നില്ല. 4 ഭാര്യമാരെയും മഹാനായി നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ ചരിത്രം എടുത്തു നോക്ക്. എല്ലാ ഭാര്യമാരെയും പ്രവാചകൻ എല്ലാ ദിവസവും പോയി കാണുമായിരുന്നു. ഓരോ ദിവസവും ഓരോ ആൾക്ക് നിശ്ചയിച്ചു കൊടുത്തു. ഇന്ന് നിന്റെ ദിവസം, നിന്റെ കൂടെ, നാളെ നിന്റെ കൂടെ. ആരോടും വേർതിരിവില്ല, എല്ലാവരോടും. എന്തിന്? അവിടുത്തെ വഫാത്തിന്റെ സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ ഭാര്യമാരെയും വിളിച്ചു ചോദിച്ചു, ഞാൻ ആയിഷ ബീബിയുടെ വീട്ടിൽ പോയി കടന്നോട്ടെ എന്ന് ചോദിച്ചിട്ടാ പ്രവാചകൻ പോയത്. എവിടെങ്കിലും ഒരു യാത്ര പോയാൽ നിങ്ങൾ മനസ്സിലാക്കണം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജിന് പോകാൻ തീരുമാനിച്ചപ്പോ ഇതിലും കണ്ടൊരു മൊബൈലിൽ കണ്ടു, കുടുംബത്തിലെ ചെറുപ്പക്കാരുടെ കൂടെ, കുടുംബത്തിലെ ബന്ധുക്കളായ ആണുങ്ങളുടെ കൂടെ ഡാൻസ് ചെയ്തതിന്റെ പേരിൽ ഭർത്താവ് ഭാര്യയെ കുത്തിക്കൊന്നു. ആലോചിക്കേണ്ട കാര്യമാണ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ പറയുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ ഹജ്ജ് ചെയ്യാൻ വേണ്ടി പോയപ്പോ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ബിലാലെ, ജനങ്ങൾ കൂടുന്ന സ്ഥലങ്ങളിൽ നീ പോയിട്ട് പറയണം, ഈ വർഷം ഞാൻ ഹജ്ജിന് പോകുന്നുണ്ട്, വരുന്നവരൊക്കെ എൻ്റെ കൂടെ വരാൻ തയ്യാറായിക്കൊള്ളാൻ. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് എല്ലാ ഭാര്യമാരോടും പറഞ്ഞു, ഞാൻ ഹജ്ജിന് പോകാൻ ഒരുങ്ങിക്കോളാൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പോൾ യാത്ര പോകുമ്പോൾ എങ്ങനെ പോകണോ? ഒറ്റയ്ക്ക് പോകണോ? ഭാര്യയും കൊണ്ടുപോകണോ? അന്യവന്റെ ഭാര്യയും കൊണ്ടുപോകണം. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നീ കറങ്ങാൻ പോകുമ്പോ ആമിന നീ അതിനകത്ത് കിടന്നോ, ഞാൻ പോയിട്ട് വരാം ഇൻഷാ അല്ലാഹ്. ചങ്ങാതിമാരെ വിളിച്ചിട്ട് കറങ്ങാൻ പോവാ. പാപ ആമിന ഇന്ന് വരെ ലുലുമാൾ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ എവിടെങ്കിലൊക്കെ പോകണമെന്ന് പറയുമ്പോൾ ഒന്ന് വിളിച്ചോണ്ട് ചങ്ങനാശ്ശേരി വരെ പോയി കറങ്ങിയിട്ട് തിരുവല്ല വഴി ഒരു ചായയും കൊടുത്ത് വീട്ടിൽ കൊണ്ടുവിടും. ഇതാ നമ്മുടെ ഇറക്കം. ചങ്ങായി, നീ കറങ്ങാൻ പോകുമ്പോൾ, നീ യാത്ര പോകുമ്പോൾ നിന്റെ ഭാര്യയും കൊണ്ടുപോകും എന്നാണ് ഇവിടെ ഈ ചരിത്രത്തിലൂടെ നമ്മൾ പഠിക്കേണ്ടത്. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. പെണ്ണുങ്ങൾ വീട്ടിലിരുന്ന് വഴല് വെക്കുന്നുണ്ടാകും. കുടുംബ കലഹം ഉണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിക്കണില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്താണ് സാരിയണ്ണ? സാരിയണ്ണം ഫുള്ള് കറക്കവാ. പാവത്തിനെ നിന്നും കൊണ്ടുപോകാറില്ല. ആ പാവത്തിനെയും കൊണ്ട് എങ്ങോട്ടെങ്കിലും ഇൻഷാ അല്ലാഹ് കേൾക്കട്ടെ, നല്ലപോലെ കേൾക്കട്ടെ. അൽഹംദുലില്ലാ. വിഹർവാടി അജീറൊക്കെയായിട്ട് പുള്ളി യാത്രയാ, എങ്ങോട്ടും കൊണ്ടുപോകാറില്ല. ചോദിച്ചാൽ പറയും കട 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 കട. അതന്നെ കട എപ്പോഴും. ഇൻഷാ അല്ലാഹ് അള്ളാഹുന പാവ നമ്മുടെ വയത് വെക്കാറുണ്ട്. അൽഹംദുലില്ലാ. അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. എന്തോ സജിയണ്ണെ? സജിയൻ എല്ലാവരും നോക്കുന്നില്ല. ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഭാര്യമാരെയൊക്കെ വല്ലപ്പോഴും കൊണ്ടുപോകണം. എന്നും കടയും കച്ചവടമായിട്ട് നടന്നാൽ പോരാട്ടാ. നസറണ്ണനൊക്കെ പ്ലംബിങ്ങും വയറിങ്ങും ആയിട്ട് നടക്കുന്നവരുണ്ട്. ഫ്രൂട്ട്സ് കട, ബേക്കറി. നസീറണ്ണ എഴുന്നേറ്റ് ഓടി എങ്ങോട്ടെങ്കിലുമൊക്കെ വിളിച്ചോണ്ട് പോകണം. എനിക്ക് ചായ അല്ല, ഭാര്യ എങ്ങോട്ടെങ്കിലും വിളിച്ചോണ്ട് പോകണം. ഇൻഷാ അല്ലാഹ് എങ്ങോട്ടെങ്കിലും അൽഹംദുലില്ലാ ഭാര്യമാരെയൊക്കെ ഒന്ന് വിളിച്ചു കൊണ്ടുപോകും. അതൊക്കെയാ സന്തോഷം. അൽഹംദുലില്ലാ ഒന്ന് കൊണ്ടുപോകണം. അള്ളാഹു അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. നല്ല നിലയിൽ പെരുമാറുക. ഈ നല്ല നിലയിൽ പെരുമാറുക എന്ന് പറയുന്നത് ഭാര്യ ചോദിക്കുന്നത് മുഴുവനും വാങ്ങിക്കൊടുക്കണം, അവളെ സ്വർണ്ണക്കട്ടിൽ അങ്ങനൊന്നും അല്ലടോ. ഒന്ന് സംസാരിക്കുക, സന്തോഷത്തോടു കൂടി പെരുമാറുക, അവളുടെ ആവശ്യങ്ങൾ അറിയുക. അല്ലെങ്കിൽ അവൾക്ക് പറയാനുള്ളത്, ഏറ്റവും കൂടുതൽ ഭാര്യമാരുടെ പരാതി എന്തെന്നറിയോ? ഞാൻ പറയണത് എൻ്റെ ഭർത്താവ് കേൾക്കണില്ല എന്നുള്ളതാണ്. ഭാര്യ പറയുന്നത് എന്താണെന്നൊരു 10 മിനിറ്റ് അടുത്തിരുന്നിട്ട് കേട്ടു നോക്ക്. അവൾക്ക് പറയാനുള്ളത് വേറെ ആരോട് പറയാനാ? നാട്ടുകാരോട് പറയാനാ? കാമുകനോട് പറയാനാ? നീ വിവാഹം കഴിച്ച് മഹ്റ് കൊടുത്ത് വിവാഹം കഴിച്ച നിന്റെ ഭാര്യ, അവൾക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാനുള്ള മനസാക്ഷി പോലും ഇല്ലാതെ പോകുന്നല്ലോ ഭർത്താക്കന്മാർക്ക്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു 10 മിനിറ്റ് ആ പാപത്തിന് വേണ്ടി മാറ്റിവെക്കാൻ കഴിഞ്ഞാൽ കുടുംബജീവിതം എത്ര സന്തോഷമുള്ളതാ. നമ്മൾ മനസ്സിലാക്കണം. ഒരു ഭാര്യ, ഞങ്ങളിപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഇതുവരെ താജ്മഹൽ കാണാൻ പോയിട്ടില്ല. എനിക്ക് വല്ലാത്ത അത്ഭുതം തോന്നി. ലോകത്തെ 7 അത്ഭുതങ്ങളിൽപ്പെട്ട ഒരു അത്ഭുതമാണ് താജ്മഹൽ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യാത്രയിൽ ഞാൻ അവിടെ കാണാൻ പോയപ്പോൾ ഞാനിങ്ങനെ വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി. കോടാനി രൂപ ചുലവാക്കിയിട്ട് വലിയ ഒരു കാണാൻ എത്ര ഭംഗിയുള്ള രീതിയിൽ മാർബിൾ കൊണ്ട് മനോഹരമായ ഒരു കൊട്ടാരം പണിത് വെച്ചിരിക്കുന്നു. കണ്ടാൽ ഒരു പള്ളി പോലെ മനോഹരമായിട്ട് താജ്മഹൽ പണിത് വെച്ചിരിക്കുന്നു. ആർക്ക് വേണ്ടി?
തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് വേണ്ടി. അത് നല്ലതോ മോശമോ എന്നുള്ളതല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാനിങ്ങനെ അതിനടുത്ത് പോയിരുന്നപ്പോ സത്യം പറഞ്ഞാൽ ഞാൻ ചിന്തിച്ചു പോയി, ആർക്ക് വേണ്ടിയാ ഒരു മുസ്ലിം ഭരണാധികാരി തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ, നിങ്ങൾ പറയുന്നു ഉസ്താദ് അതിനെ അനുകൂലിച്ചെന്നല്ല, ഞാൻ ചിന്തിച്ചത് പടച്ചവനെ, ആ മനുഷ്യൻ ഇങ്ങനെ പണിയണമെങ്കിൽ ആ ഭാര്യയോട് എത്ര സ്നേഹമുണ്ടായിട്ടുണ്ടാകും. ആ ഭാര്യയോട് മുന്താസ് എന്ന് പറയുന്ന തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയോട് അത്ര സ്നേഹമുള്ളത് കൊണ്ടല്ലേ എത്ര 21 വർഷം അല്ലേ, 22 വർഷം ചെലവഴി, 22 വർഷം കൊണ്ടാണ് അത് പണിത്. എത്ര 20,000 പേര് 22 വർഷം കൊണ്ട് പണിതതാണ് താജ്മഹൽ. ആർക്കു വേണ്ടി? തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ സ്മരണയിൽ. അവിടെ 2 പേരുടെയും ഖബർ കിടക്കുന്നു. എല്ലാവരും പോയി സന്ദർശിക്കാറുണ്ട്. ഞാൻ അവിടെ പോയി എന്നിട്ട് ദുആ ചെയ്തു, അള്ളാഹു അവരുടെ ഖബറുടെ വിശാലല്ലേ നമുക്ക് പറ്റുള്ളൂ. മുസ്ലിമീങ്ങളുടെ 2 പേരും മുസ്ലിമീങ്ങളല്ലേ, അവരുടെ ഖബറിന്റെ അടുക്ക പോയി നിന്നപ്പോ അള്ളാഹു അവരുടെ ഖബറിനെ വിശാലമാക്കാൻ. അങ്ങനെയാണല്ലോ, ഖബർ കണ്ട അങ്ങനെ പറയണമെന്നല്ലേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചിന്തിക്കാൻ ഒരുപാടുണ്ട്. അത്രയും വലിയൊരു മനോഹരമായ കൊട്ടാരം പണിതിട്ട് 2 പേരും അതിനകത്ത് കിടക്കുകയാ. ഒരു ഫാത്തിഹ ഓതാൻ ആളുണ്ടോ? അത് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് താഴെ കിടക്കുമ്പോൾ ഉപകാരം വേണമെന്ന്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു അങ്ങനെയുള്ള മക്കളെ നമുക്ക് നൽകുമാറാകട്ടെ. എങ്കിലും ഞാൻ ചിന്തിച്ചു, ഒരു ഭാര്യയ്ക്ക് വേണ്ടി ഒരു ഭർത്താവ് അത്രയും കഷ്ടപ്പെട്ട് ചെയ്യണമെങ്കിൽ ആ മനുഷ്യൻ തൻ്റെ ഭാര്യയെ സ്നേഹിച്ച ആ സ്നേഹം, തൻ്റെ ഭാര്യയോടുള്ള വല്ലാത്ത സ്നേഹം, ആ സ്നേഹമാണല്ലോ അതിനെ പ്രേരിപ്പിച്ചത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറയില്ല. പണ്ടാരോ പറഞ്ഞു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഒരു ഭാര്യ ഭർത്താവിനോട് ചോദിച്ചൊരു ഫോൺ കോളിൻ്റെ ഒരു മെസ്സേജ് ഉണ്ട്, ആരോ സംസാരിച്ചതാ. ഒരു ഭാര്യ ഭർത്താവിനോട് ചോദിച്ചു, ഞാൻ മരിച്ചാൽ നിങ്ങൾ എനിക്ക് ഷാജഹാൻ മുംതാസിന് വേണ്ടി താജ്മഹൽ പണിതു, നിങ്ങൾ എനിക്ക് വേണ്ടി എന്ത് കെട്ടു? അല്ല, എന്താ ഷാജഹാൻ മുംതാസിന് വേണ്ടി താജ്മഹൽ കെട്ടി, ഞാൻ മരിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന്? നിന്റെ അനിയത്തിയെ ഞാൻ കെട്ടുമെന്ന് പറഞ്ഞ പോലെ. കോമഡി ആണെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മളൊന്നും ഇല്ലപ്പാ, മരിച്ചുപോയ ഭാര്യയ്ക്ക് വേണ്ടി ഒരു സദക്ക കൊടുക്കാൻ നമ്മൾ തയ്യാറാകുമോ? നമുക്ക് മക്കളെ പ്രസവിച്ചു തന്ന, നമ്മുടെ മക്കളെ പ്രസവിച്ചു തരികയും നമുക്ക് ഭക്ഷണവും വീടും റൂമും എല്ലാ സൗകര്യവും ചെയ്ത് നമുക്ക് വേണ്ടി അള്ളാഹു കൊടുത്ത ജീവിതം മാറ്റിവെച്ച നമ്മുടെ ഭാര്യ, ആ പാവം മരണപ്പെട്ട അടുത്ത കല്യാണത്തിനുള്ള പരിപാടിയാണ് തുടങ്ങുന്നത്. നമ്മളിൽ എത്ര പേരാ വന്ന് സഹായിക്കുക? ആ പള്ളിക്കാട്ടിൽ കിടക്കുന്നല്ലോ, അവരുടെ ഖബറിടം വിശാലമാകട്ടെ എന്ന് പറഞ്ഞ് ഒരു സദഖ കൊടുക്കാനുള്ള മനസ്സെങ്കിലും നമ്മളിൽ എത്ര പേർക്കാ ഉണ്ടാവുക? സ്നേഹമെന്ന് പറഞ്ഞാൽ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജയുടെ പേര് പറഞ്ഞ കരയും മുത്തുനബി. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതം എടുത്തു നോക്ക്. ഖദീജ ബീബിക്ക് 40 വയസ്സ്, മുത്തുനബിക്ക് 25 വയസ്സ്. ഇങ്ങനെയല്ലേ വിവാഹം കഴിച്ച്? 25ഉം 40ഉം തമ്മിലുള്ള ഡിഫറൻസ് കൂട്ടി നോക്ക്. ആ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ പ്രവാചകന്റെ കൂടെ 25 വർഷം ജീവിച്ചു. 25 വർഷം ജീവിച്ചിട്ട് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ മരണപ്പെട്ടു. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആരെങ്കിലും ഒരു നല്ല ഭക്ഷണം കൊണ്ടുവന്നു കൊടുത്താൽ, ഒരൽപ്പം മാംസം കിട്ടിയാൽ അല്ലാഹുവിന്റെ റസൂൽ കൊടുത്തുവിടും ഖദീജയുടെ കൂട്ടുകാരികൾക്ക്. ഖദീജ ബീവിയുടെ കൂട്ടുകാരികൾക്കാണ് അല്ലാഹുവിന്റെ റസൂൽ കൊടുത്തുവിടുന്നത്. കാരണം ഖദീജയോട് വല്ലാത്ത സ്നേഹമായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ എന്തു പറഞ്ഞാലും അവസാനം പറയും, എന്റെ ഖദീജ എങ്ങനെയായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യമാർ അവരോട് പറയും, നിങ്ങൾ ഖദീജയെ പോലെയാകണം. എന്റെ ഖദീജ അങ്ങനെ ചെയ്യുമായിരുന്നു, എന്റെ ഖദീജ ഇങ്ങനെ ചെയ്യുമായിരുന്നു. എപ്പോഴും ഖദീജയെ കുറിച്ചാണ് പറയുന്നത്. ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ ഖദീജ ബീവിയെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോ മഹദി ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് സഹിക്കാൻ കഴിഞ്ഞില്ല. എപ്പോ നോക്കിയാലും തന്റെ പ്രിയപ്പെട്ട ഖദീജയെ കുറിച്ച് പറയുകയാണ്. ആ സമയത്താണ് ആയിഷ ബീവി ചോദിച്ചത്, നബിയേ, ഈ കിളവിയോട് ഇത്ര സ്നേഹമെന്തേ നബിയേ? എന്തേ ഖദീജ മാത്രമേ ഭാര്യയായിട്ടുണ്ടായിരുന്നു, ആ കിളവിയോട് ഇത്ര സ്നേഹമെന്താ? ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ നബിയേ? ഞങ്ങളൊക്കെ ചെറുപ്പക്കാരല്ലേ? അല്ലാഹുവിന്റെ പ്രവാചകന്റെയും ഖദീജ ബീവിയുടെയും ചരിത്രം പഠിക്കണം സഹോദരാ. അല്ലാഹുവിന്റെ റസൂലിനെക്കാളും പ്രായം കൂടിയ
നബിയെക്കാളും പ്രായം കൂടുതലായിരുന്നു ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ. ആയിഷ ബീബിക്ക് എപ്പോൾ നോക്കിയാലും പറയാ, എൻ്റെ ഖദീജ അങ്ങനെ ചെയ്യും, എൻ്റെ ഖദീജ ഇങ്ങനെ ചെയ്യും, അങ്ങനായിരുന്നു ഖദീജ. ഇങ്ങനെ ഖദീജ എന്ന് കേട്ടപ്പോ സഹി കെട്ടിട്ട് പറയും, ഈ കിളവിയെടുത്ത് ഇത്ര സ്നേഹം, എന്ത് ഖദീജ മാത്രമേ പെണ്ണുള്ളൂ, ഞങ്ങളെന്താ ഇത് കിളവിയല്ലേ, പ്രായം കൂടിയവരല്ലേ, നിങ്ങളൊക്കെ ചെറുപ്പക്കാരല്ലേ. അള്ളാന്റെ റസൂല് കരയാ, എന്നിട്ട് പറഞ്ഞു, നിങ്ങളൊന്നും ഒരിക്കലും എൻ്റെ ഖദീജ, അപ്പോഴും പറഞ്ഞത് വിട്ടുകൊടുത്തില്ല, എൻ്റെ ഖദീജയെ പോലെ. കാരണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, നബിയെ ഖദീജ വരുമ്പോ പറഞ്ഞേക്കണം അല്ലാഹു സലാം പറഞ്ഞെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നില് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് വന്നിട്ട് ചോദിക്കട്ടെ, എവിടെ ഖദീജ? എന്തേ ജിബ്രീലേ? അല്ലാഹു സലാം പറഞ്ഞിരിക്കുന്നു നബിയെ. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ വരുമ്പോ പറയണം, അല്ലാഹു സലാം പറഞ്ഞു, ഈ ജിബ്രീൽ സലാം പറഞ്ഞെന്ന് പറഞ്ഞേക്കണം നബിയെ. അല്ലാഹു സലാം പറഞ്ഞവളാ മഹദി ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ. 25 കൊല്ലം അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും ശബ്ദം ഉയർത്തിയിട്ടില്ല മുത്തുനബിയുടെ മുന്നിൽ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.